കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും വീടുകളിലും കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായി വിളവെടുപ്പ് കാലത്ത് നടത്തുന്ന ഒരു പ്രധാന ആചാരമാണ് നിറപുത്തരി. ഇല്ലം നിറ എന്നും ഇത് അറിയപ്പെടുന്നു. പുതുതായി വിളവെടുക്കുന്ന നെൽക്കതിരുകൾ ഭഗവാന് സമർപ്പിച്ച് പൂജിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന ചടങ്ങ്. പൂജിച്ച ശേഷം ഈ നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. ഇത് വീടുകളിൽ സൂക്ഷിച്ചാൽ വർഷം മുഴുവൻ ഐശ്വര്യവും ധാന്യസമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഐശ്വര്യത്തിൻ്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകം എന്ന നിലയിലാണ് നിറപുത്തരി മഹോത്സവം ആഘോഷിക്കപ്പെടുന്നത്. വീട്ടിൽ ഐശ്വര്യവും ധാന്യവും നിറയ്ക്കാൻ നിറപുത്തരി. ഇത് ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്ന ചടങ്ങുകൂടിയാണ്. വീട്ടിൽ ഐശ്വര്യവും അറയിലും പത്താഴത്തിലും ധാന്യവും നിറയ്ക്കുന്ന ചടങ്ങാണ് നിറപുത്തരി. കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് പത്താഴത്തിൽ നിറയ്ക്കും മുൻപ് ഗൃഹവും പരിസരവും അറയും പത്താഴവും അതിനൊപ്പം നമ്മുടെ മനസ്സും ശുദ്ധമാക്കുന്ന ഈ ചടങ്ങ് ക്ഷേത്രങ്ങളിലും പതിവുണ്ട്. മൂദേവിയെ പുറത്താക്കി ഐശ്വര്യദേവതയായ ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്നു എന്നാണ് ഇതിൻ്റെ സങ്കല്പം. കർക്കിടകത്തിൻ്റെ 2ാം പകുതിയിലും ചിലയിടങ്ങളിൽ ചിങ്ങത്തിലും ഇത് നടത്തുക പതിവുണ്ട്. കൊയ്തെടുത്ത നെൽക്കറ്റ ഗൃഹത്തിൻ്റെ വാസ്തുവിന് പുറത്തു കൊണ്ടുവന്നു വയ്ക്കും. വീട്ടിലെ മുറികളിലെല്ലാം അരിമാവുകൊണ്ട് അലങ്കരിക്കും. തുടർന്ന് ഭഗവതി പൂജ. പൂജാമധ്യത്തിൽ കറ്റകൾ വീട്ടിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരും. ദേവിക്ക് സമർപ്പിച്ച നിവേദ്യവും കറ്റയിൽ നിന്നുള്ള ഓരോ നെൽക്കതിരും ഓരോ മുറിയിലും അരിമാവ് വെച്ച് അലങ്കരിച്ച സ്ഥലത്ത് ഇലയിൽ വയ്ക്കും. കാഞ്ഞിരത്തിൻ്റെ ഇലയാണ് ഇതിനായി ഉപയോഗിക്കാറുള്ളത്. കണ്ണട എന്ന് പറയുന്ന ചെറിയ അടയാണ് സാധാരണ നിറപുത്തരിക്ക് നിവേദ്യമായി തയ്യാറാക്കാറുള്ളത്. ഓരോ മുറിയിലും ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്നു എന്നാണ് ഇതിൻ്റെ സങ്കല്പം. കറ്റയിൽ നിന്ന് 1-2 പിടി അറവാതിൽക്കലും പൂമുഖത്തും കെട്ടിത്തൂക്കും. ബാക്കിയുള്ള കറ്റ മെതിച്ച് കുത്തി ആ അരി കൊണ്ട് പുത്തരിച്ചോറ് തയ്യാറാക്കി കഴിക്കണമെന്നാണ് പറയുന്നത്. ക്ഷേത്രങ്ങളിൽ പലയിടത്തും പുത്തരി പായസം നിവേദിക്കുക പതിവുണ്ട്. മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായാണ് വീട്ടിലേക്ക് ഇത് എഴുന്നള്ളിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക വൃത്തിക്കും കർഷകർക്കുമുള്ള അംഗീകാരവും ആദരവും കൂടിയാണ് ഇത്. കർക്കിടകത്തിലെ അമാവാസി കഴിഞ്ഞുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഇല്ലം നിറ. മലയാളത്തിൻ്റെ സമൃദ്ധി മുഴുവൻ ഉൾക്കൊള്ളുന്ന വാക്കാണ് ഇല്ലം നിറ. പാടത്തു വിളഞ്ഞ പുന്നെല്ലിനെ വീട്ടിലേക്ക് വരവേൽക്കുന്നതാണ് ഇല്ലം നിറ എന്ന അനുഷ്ഠാനം. നെൽകൃഷിയുള്ള വീടുകളിൽ ഈ ദിവസം ഉമ്മറത്ത് നെൽക്കതിർ കെട്ടും. കാലം മാറിയതോടെ ഈ അനുഷ്ഠാനം ക്ഷേത്രങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങി. നെല്ലിൻ്റെയും നെൽകൃഷിയുടെയും വിശുദ്ധിയും സത്യസന്ധതയ്ക്കും ഉദാത്തമായ സാക്ഷ്യമായാണ് നിറപുത്തരി ആഘോഷിക്കുന്നത്. ധാന്യവിള എന്നതിലുപരി നെല്ലും നെൽപ്പാടങ്ങളും നെൽകൃഷിയും മറ്റും ഒരു കാർഷിക സംസ്കൃതിയുടെ സുവർണ മുദ്രകളായാണ് കാണപ്പെടുന്നത്. ആദ്യ നെൽക്കതിരുകൾ ക്ഷേത്രത്തിലെത്തിച്ച് അത് നൈവേദ്യമായി സമർപ്പിച്ച് ഈശ്വരാനുഗ്രഹം നേടുകയും ചെയ്യുന്നു. കൃഷിയുടെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥനാപൂർവമുള്ള സമർപ്പണത്തിൻ്റെ പ്രതീകമായി പൂജിച്ച നെൽക്കതിർ വീടുകളുടെ പൂമുഖത്ത് കെട്ടിത്തൂക്കിയിടാറുണ്ട്. ഐശ്വര്യലക്ഷ്മി വീടിൻ്റെ ഉമ്മറത്തേക്ക് കടന്നു വന്നുവെന്നും ഒരു പ്രസാദം പോലെ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നിറകതിർ വീടുകളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് വരും വർഷത്തേക്ക് പുണ്യമേകുമെന്നും മികച്ച വിളവിന് അത് സഹായകരമാകുമെന്ന വിശ്വാസത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. 1ാം വിള നെല്ല് വിളഞ്ഞുകിടക്കുന്ന വയലിൽ നിന്നും അറുത്തെടുത്ത നിറകതിർ ഇല്ലി, നെല്ലി, പൂവാങ്കുറന്നൻ, പ്ലാശ്, ചമത, തകര, കടലാടി എന്നിവയുടെ ഇലകളുമായി കൂട്ടിക്കെട്ടി പട്ടിൽ പൊതിഞ്ഞാണ് ക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്നത്. ശബരിമല, ഗുരുവായൂർ തുടങ്ങിയ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം കർക്കിടകം, ചിങ്ങം മാസങ്ങളിലായി ഈ ഉത്സവം വളരെ പ്രാധാന്യത്തോടെ കൊണ്ടാടുന്നു. जननी महिषासुर सूदनी अम्ब मामव सदा जननी महिषासुर सूदनी अम्ब मामव
സദാ ജനനി